ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുകൊള്ളീസ്. ഇന്ന് നമ്മുടെ അഭിച്ചേട്ടന്മാരുടെ സൺഡേ ഡേ ഈവനിങ് റുട്ടീൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവരെന്തൊക്കെയാണ് അന്ന് വൈകുന്നേരങ്ങളിൽ ചെയ്തേ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങളുടെ വഴി. എല്ലാ ദിവസവും ഞങ്ങൾ ഈ വഴിയാണ് മോളിക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള വഴിയാണല്ലോ. വലത്തെ ഭാഗത്ത് ഒരു കൊളാണോ? ഇടത്തെ ഭാഗത്ത് അമ്പലാണ്. ഭയങ്കര ഗ്രാമീണ സ്ഥലമാട്ടോ ഇവിടെ. നല്ല പച്ചപ്പുണ്ട്. ഓ, ഈവനിങ്ങിന്റെ ശരിക്കാ ലൈറ്റ് അടിക്കണ്ടല്ലേ. നല്ലൊരു റോഡാണ്. ഒരു 30-40 പടച്ചു. ഇന്ന് തിരക്ക് കുറവാ സൺഡേ ആയിട്ട്. ഇന്ന് കുറവാണായിരുന്നു. അല്ല, നിങ്ങൾ എങ്ങോട്ടേ പോണേ? ഒരു സിനിമ കാണാനാണ് പോകുന്നത്. പിടിക്കണല്ലേ ഗൈസ്. ലാലേട്ടന്റെ പുതിയ സിനിമയായ മലക്കോട്ടെ വാലിബൻ. ഓ, ആ പടല്ലേ നാളെ ഇറങ്ങിയത്? അതെ അതെ. ഓക്കെ. പടം അല്ല, അതെന്തത് റോഡൊക്കെ ഇങ്ങനെ ഒരു സൈഡ് റോഡ് പണിയാണ്. അത് കാരണമാണ് വഴി ചുറ്റിയാണ് ഞങ്ങൾ വരുന്നത്. സാധാരണ വഴിയല്ല വരുന്നത്. അപ്പൊ കുറച്ചും കൂടി പണിയല്ലേ? പണിയാണ്. ഒരു സൈഡ് ഫുള്ള് പൊളിച്ചിട്ടേക്കല്ലേ? സൈഡ് ഫുള്ള് കുഴപ്പമില്ല, ചുറ്റിക്കോ എന്നോട് ഇതല്ലേ. നമ്മൾ എത്താറായി. ഇപ്പൊ എത്തും തിയേറ്ററിനുള്ളിലേക്ക്. അടുത്തുള്ള തിയേറ്ററിൽ പോയി. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ. നല്ല തിയേറ്ററാണ്, പക്ഷെ ആൾക്കാർ കുറവാ. ഈ പടയക്കാരന് ഇപ്പൊ ഇടത്തെ ഭാഗത്താണ് നമ്മുടെ തിയേറ്റർ വരുന്നത്, ശിവദം സിനിമാസ്. ഓക്കെ, നമ്മള് ലാൻഡ് ചെയ്യാൻ കേട്ടോ. നമ്മളല്ല, ഞാനില്ല ഗൈസ്. ഓക്കെ, ഇവര് രണ്ടാള് ഇന്ന് ചേട്ടന്മാരുടെ കേട്ടോ ഈവനിങ് റുട്ടീൻ. കൊറേ വണ്ടികളുണ്ട്. ഫസ്റ്റ് മോഹൻലാലിന്റെ സിനിമയെ കാണാൻ തോന്നുന്നുണ്ട്. എല്ലാരും വന്നു. ഓ, ഫാൻസ് ഉണ്ടാവല്ലോ അല്ലെ, ലാലേട്ടൻ ഫാൻസ്. ഓസ്ലർ ആ സമയത്ത് ഉണ്ട് തോന്നുന്നു. ആ തിയേറ്ററിൽ തന്നെ ഓടുന്നുണ്ട്, പക്ഷെ ആൾക്കാര് കുറവാ. പോന്നു. ഫ്ലെക്സ് ഒക്കെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ആവും അല്ലേ? അവിടെ എന്താ യോയ കാണിച്ചേ പിള്ളേര്? അപ്പൊ എങ്ങനെയാണ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുക്കാതെ നോക്കിക്കോളൂ. സംഭവം എടുക്കുക, കാണിക്ക, സ്കാനറിൽ കാണിക്ക. പറഞ്ഞുകൊടുക്ക, അറിയാത്തവർക്ക് പറഞ്ഞുകൊടുക്കേ. സ്കാനറിൽ കാണിച്ചോ, അപ്പൊ സാധനം കിട്ടി, എടുക്കുക, കൊണ്ടുപോവാ, അവിടുത്തെ സെക്യൂരിറ്റി കൊടുക്കുക. പടം തുടങ്ങാറായ 5 മിനിറ്റിനുള്ളിൽ തുടങ്ങും. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി, ഈ റോഡ് പണി കാരണം വളഞ്ഞു വന്നായിരുന്നു. ഇവിടെ നിന്ന് അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിളങ്ങണ്ടല്ലോ ടേല്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. തിയേറ്ററിന്റെ വ്യൂ. പടവുകൾ കയറി. സിനിമ ഇപ്പൊ തുടങ്ങാറാന്ന് വിചാരിച്ചിട്ടാണ് വേഗം കയറി പോയി. എന്നിട്ട് തുടങ്ങിയ ലേറ്റ് ആയിരുന്നു. സീറ്റ് എവിടെയാ നോക്കായിരുന്നു. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ. ആൾക്കാരുണ്ടല്ലോ അത്യാവശ്യം. മോഹൻലാലിന്റെ പടമായ കാരണം ആൾക്കാർ വന്നു. പടം തുടങ്ങി. ഈ പടത്തിനാട്ടോ പോയത് മലക്കോട്ടെ വാലിബൻ. ഓക്കെ, അപ്പത്തെ ഹോസ്റ്റലർ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റർവെല്ലിന്റെ ടൈം ആയിട്ടാ. വല്ലതും വാങ്ങിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ. അപ്പൊ എന്നിട്ട് എന്താ വാങ്ങിയത്? നല്ല സെറ്റപ്പില്ല തിയേറ്റർ. പോപ്കോണാണ് ഞങ്ങൾ വാങ്ങിച്ചത്. വേറൊന്നും വാങ്ങിച്ചില്ല, കാരണം ഒന്നും തോന്നിയില്ല കുടിക്കാനൊന്നും. അപ്പോൾ അവിടെ ഓൺലൈൻ തന്നെയായിരുന്നു പൈസ. ഫുൾ ഓൺലൈനിലായില്ല, പിന്നെ അതാണല്ലോ ഇപ്പൊ എല്ലാരും വാങ്ങിച്ചു, സാധനം കിട്ടി, എടുക്കുന്നു. ഇതിന്റെ മലയാളം എന്താ അതറിയില്ല.
ഈ ഫസ്റ്റ് ഹാഫിന്റെ നമ്മൾ ഇന്റർവ്യൂ എഴുതി പറയണതാ എങ്ങനെയുണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും പടം കഴിഞ്ഞു പടം കഴിഞ്ഞു. നമ്മള് പടം എടുക്കാൻ പാടില്ലല്ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ. കുറച്ചേരം നോക്കിയിരുന്നു, എല്ലാവരും പോയിട്ട് പതുക്കെ ഇറങ്ങാൻ. ഇതിന് ഇത്ര തിരക്ക്. സിനിമ കണ്ടതിന്റെ സങ്കടത്തിലാണ് ഇരിക്കണേ. അതെ, എല്ലാവരും ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി പോണ പോലെ അവസ്ഥ. ഇത്ര മേക്കിംഗ് ഒക്കെ ആയിട്ട് ഇത്ര ഭയങ്കര ഹൈപ്പില് വന്നിട്ട് ഇങ്ങനെയായ. രാത്രി ആയിട്ടര വൈകിട്ട് പോയതാണ്, ഇപ്പൊ രാത്രി നമ്മൾ തിരിച്ചു പോകുന്നു. നല്ല പടമായി കാണുന്നുണ്ട്. നാടനൊക്കെ പടന്മാർക്ക് പറയുന്നത് ഓരോന്ന് പറയണത് ഇന്ന് തന്നെ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം കാണില്ല പടം, കാരണം തിയേറ്റർ മാറിപ്പോകും. അത്രയ്ക്കും ബെസ്റ്റ് പടമാണ്. ഈ നിങ്ങൾ ഫുഡെല്ലാം പോയിട്ടോ ഗൈസ്. സ്പോട്ടിൽ പോയി വെള്ളം കിട്ടി, ഐറ്റം വന്നിട്ടില്ല. കിട്ടിയത് എന്നിട്ട് ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. എന്താ സൈഡിൽ വരുന്ന സോസോ? സോസ് പുട്ടും ബീഫാണ് ചേട്ടൻ കഴിച്ചത്. അതെങ്ങനെയുണ്ട് കോമ്പോ? പുട്ടും ബീഫ് നല്ല രസമുണ്ടായിരുന്നു. പൂ പോലത്തെ പുട്ടായിരുന്നു. പൂ പോലത്തെ ഇഡ്ഡലി കേട്ടിട്ടുണ്ട്, പുട്ട് ആദ്യമായിട്ട് കേൾക്കണേ. ഓക്കെ, കഴിക്കല് തുടങ്ങി ഗൈസ്. പിന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഫോർക്ക് യൂസ് ചെയ്തു. പിന്നെ കയ്യായോ? പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മനസ്സിലായി ഫോർക്ക് ചെയ്യണ്ട. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനിന്റെ ആണല്ലേ നല്ല തട്ടില്ലോ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റി, നന്നായി. പടവ് പോയി, ഫുഡെങ്കിലും അല്ലേ. എനിക്ക് മനസ്സിലായി ഫോർക്ക് അധികം നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും തുടക്കത്തിൽ ഇത് സ്റ്റാൻഡേർഡിന് വേണ്ടി കഴിച്ചതായിരുന്നു, ഫോർക്ക് വെച്ചിട്ട്. എന്നാലും മുഖത്തെ എക്സ്പ്രഷൻ ഇടാണ്ട് ഫോർക്ക് വെച്ച് വീണ്ടും തുടർന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. അടുത്തുള്ള കട തന്നെ ആയിരുന്നു കേട്ടാ, തിയേറ്ററിന്റെ അവിടുന്ന്. നല്ലൊരു കടയായിരുന്നു. ഓക്കെ, ഇവര് കാലിയാക്കി ഗൈസ് രണ്ടു കൂട്ടരും. ഫുഡ് പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, പ്ലേറ്റ് കട്ടിച്ചാണ്. ഓക്കെ, ഫുഡിന്റെ ബില്ലും കണ്ടില്ലേ? പൈസയും കുഴപ്പമില്ല. അങ്ങനെ രാത്രി ആയപ്പോ എത്ര മണിയായിണ്ടാവും? 8 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. 9:30. അപ്പൊ ഇവരുടെ ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ ആയിരുന്നു കേട്ടോ ഇത്. സൺഡേ ഈവനിങ് റുട്ടീൻ, അല്ലെങ്കിൽ സൺഡേ ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറയാം. അപ്പൊ ഇവരിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോ വരയ്ക്കും. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.